എറണാകുളം AKBRFൻ്റെ 40 പേരടങ്ങുന്ന ഞങ്ങളുടെ വിസ്മരിക്കാനാവാത്ത വിയറ്റ്നാം യാത്രയിൽ ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് ഹോച്ചിമിൻ സിറ്റിയിലുള്ള റീയൂണിഫിക്കേഷൻ പാലസാണ്. 1868 നിർമ്മിച്ച് 3 പ്രാവശ്യം പുതുക്കി പണിത ഒരു പാലസാണ് ഇതെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. തെക്കൻ വിയറ്റ്നാമിൻ്റെ രാജാവിൻ്റെ പാലസായിരുന്നു ഇത്. ഒരു വലിയ കൊട്ടാരം. അവിടെ ഇരുന്നാണ് തെക്കൻ വിയറ്റ്നാമിൻ്റെ ഭരണം രാജാവ് നിർവഹിച്ചിരുന്നത്. ഒരു അത്ഭുത നിർമ്മിതിയാണ് ഈ പാലസ്. ഇന്ന് ഇതൊരു മ്യൂസിയമാണ്. അകത്തേക്ക് കടക്കുമ്പോൾ യുദ്ധകാലത്ത് അവിടുത്തെ ഭരണാധികാരി രാജ്യത്തെ നയിച്ചിരുന്നത് എങ്ങനെയെന്ന് നമുക്ക് നേരിട്ട് കണ്ടറിയാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രം വിയറ്റ്നാമിൻ്റെ കൊളോണിയൽ കാലഘട്ടവും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. വിയറ്റ്നാമിൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ കംബോഡിയ എന്ന രാജ്യത്തിൻ്റെ രാജാവായ നൊറോഡോമിൻ്റെ പേരിൽ നൊറോഡോം പാലസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 1868 പണിത ഈ പാലസിന് 1962, അതായത് ഒരു നൂറ്റാണ്ടിന് ശേഷം ഒരു ബോംബാക്രമണത്തിൽ കനത്ത തോതിൽ നാശനഷ്ടം സംഭവിച്ചു. ദക്ഷിണ വിയറ്റ്നാമിലെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഗോഡിൻ ദിൻ രക്ഷപ്പെട്ടു. ദക്ഷിണ വിയറ്റ്നാമിലെ വ്യോമസേനയിലെ 2 പൈലറ്റുമാരായിരുന്നു ബോംബാക്രമണം നടത്തിയത്. ആക്രമണത്തിന് ശേഷം ഗോഡിൻ ദിൻ പാലസ് പൂർണ്ണമായും ഇടിച്ചു നിരത്തി. അതേ സ്ഥാനത്ത് ഒരു പുതിയ പാലസ് നിർമ്മിക്കാൻ ഉത്തരവിട്ടു. ഇതുപ്രകാരം പുതിയ പാലസ് 1962 തുടങ്ങി 1966 പൂർത്തിയായി. പുതിയ പാലസിന് ഇൻഡിപെൻഡൻറ്റ് പാലസ് എന്ന് പേരിട്ടു. ഈ പാലസ് ദക്ഷിണ ഉത്തര വിയറ്റ്നാം യുദ്ധകാലത്ത് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയായും ഓഫീസുമായി പ്രവർത്തിച്ചു. ഈ പാലസിൻ്റെ രൂപകൽപ്പന പരമ്പരാഗത വിയറ്റ്നാമീസ് ഘടകങ്ങളും ആധുനിക ശൈലിയും കൂടിച്ചേർന്ന രീതിയിലാണ്. ഇതിൻ്റെ രൂപം ചൈനീസ് അക്ഷരമായ ശുഭം എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് എന്ന് ഗൈഡ് പറഞ്ഞു. 1975 ഏപ്രിൽ 30 വിയറ്റ്നാം യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് സൈനികർ ഈ പാലസ് കീഴടക്കി. ഇത് സൈഗണിൻ്റെ പതനത്തിനും വിയറ്റ്നാമിൻ്റെ റീയൂണിഫിക്കേഷനും കാരണമായി. അന്നു മുതൽ ഈ കെട്ടിടം രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായ റീയൂണിഫിക്കേഷൻ പാലസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പാലസിൻ്റെ മുകളിൽ നിന്ന് നഗരത്തിൻ്റെ പനോരമിക് കാഴ്ചകൾ മനോഹരമാണ്. അകത്ത് മനോഹരമായ മുറികളും മീറ്റിംഗ് ഹാളുകളും ഓഫീസ് മുറികളും കാണാം. കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഒരു ബങ്കർ ഉണ്ട്. ഇവിടുത്തെ ചരിത്ര വസ്തുക്കൾ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ട് സന്ദർശകർക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. റീയൂണിഫിക്കേഷൻ പാലസ് വിയറ്റ്നാമിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ്. ഇത് യുദ്ധത്തിൻ്റെയും അത് തരണം ചെയ്ത ജനതയുടെ ധീരതയെയും ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഒരു ഐതിഹാസിക സ്മാരകത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്.